(2021 മുതൽ 2023 വരെ വർഷങ്ങൾ മലയാള സിനിമയ്ക്കോ നടന്മാർക്കോ അത്ര നല്ല വർഷമായിരുന്നില്ല. 90% ഇറങ്ങുന്ന സിനിമകളും ബോംബ് സിനിമകളായിരുന്നു. മികച്ച സ്റ്റാർ വാല്യൂ ഉള്ള നായക നടന്മാരുടെ അവസ്ഥയും വേറൊന്നായിരുന്നു. വിരലിലുണ്ടാവുന്ന ഹിറ്റുകൾ മാത്രമുള്ള ഒരു കുഞ്ഞ് ഇൻഡസ്ട്രി മാറിയെന്ന് പലരും പരിഹസിച്ചു. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 3 വർഷക്കാലയളവിൽ ഇറങ്ങിയ 500ഓളം സിനിമകളിൽ വിജയിച്ചതാകട്ടെ 10-20 സിനിമകൾ മാത്രം. ക്രിട്ടിക്സ് വാല്യൂയിലും ഏറെ പിന്നോട്ട് പോയിരുന്നു മലയാള സിനിമ. നായകന്മാരും സംവിധായകരും എല്ലാവരും നിലം തൊടാതെ ഓടിക്കൊണ്ടിരുന്നു. അവരുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. എന്നാൽ മലയാള ഭാഷയ്ക്ക് പുറമെ അന്യഭാഷ ചിത്രങ്ങൾ കേരളത്തിലെ ബോക്സ് ഓഫീസ് കൊണ്ട് തൂക്കിയടിച്ച് പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. ലിയോയും KGF ഒക്കെ ഉദാഹരണമാണ്. മോളിവുഡ് തീർന്നു, ഇനി മറ്റു സിനിമകൾക്ക് ഇവിടെ ഒന്ന് ഭരിക്കാം, അങ്ങനെ വിചാരിച്ചതിനൊരു സമയമുണ്ടായിരുന്നു. ഇനി എന്ന് തിരിച്ചു കയറാനാണ്, എന്ന് കരകയറാനാണ്, എന്നൊരു നല്ല സിനിമ ഇറങ്ങാനാണ്, എന്നൊരു ഹിറ്റ് അടിക്കാനാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. യെസ്, ഇറ്റ്സ് എ സ്മോൾ ഇൻഡസ്ട്രി. 2023 ഡിസംബർ 8 വരെയുള്ള കണക്കുകൾ എടുത്താൽ ആകെ റിലീസായത് 209 സിനിമകളാണ്. ഇതിൽ നിർമ്മാതാവിന് മുടക്കുമുതൽ തിരിച്ചു നൽകിയത് 13 സിനിമകൾ മാത്രവും. മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാകുമെന്നാണ് സിനിമാക്കാർ പ്രതീക്ഷിച്ചത്. എന്നാൽ ആ പ്രതീക്ഷകളെ അസ്തമിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് തിയേറ്ററുകളിൽ നിന്നും പുറത്തു വരുന്നത്. പക്ഷേ അവർ കാത്തിരുന്ന കാലങ്ങൾ അവർക്ക് മേലെ തീയായി ജ്വലിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. 2023 മാറി. 2024 വർഷത്തിലേക്ക് ചുവടുവച്ചപ്പോൾ അവിടെ നിന്ന് മറ്റൊരു ചരിത്രമായി മാറി. അതുവരെ കളിയാക്കിയവർക്കുള്ള മറുപടി. ചാരമായി മാറിയ കനലുകളെല്ലാം സ്വയം ജ്വലിച്ചു തുടങ്ങിയിരിക്കുന്നു. കനലൊരു തരി മതി, പിന്നീട് അത് ആളിക്കത്താൻ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. മറ്റ് ഇൻഡസ്ട്രിയിലുള്ളവരെല്ലാം ഇന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു. കണ്ടന്റ് വാല്യൂവിൻ്റെ കാര്യത്തിലായാലും എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിലായാലും അവരെ കളിയാക്കിയിരുന്നവരെ കൊണ്ട് തന്നെ മാറ്റി പറയിച്ചു. യെസ്, വി ആർ മോളിവുഡ്. അതെ, വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തുടക്കം തന്നെ ഹിറ്റ് കൊണ്ട്, പിന്നെ ഓരോ മാസത്തിലും ഹിറ്റുകളുടെ പെരുമഴ. 10-50 കോടി ചിത്രങ്ങൾ, 500 കോടി ചിത്രങ്ങൾ, ഒരു 200 കോടി ചിത്രം. ആകെ മൊത്തം 2024 കണക്കുകളാണിത്. നായകന്മാരും സഹനടന്മാരും സംവിധായകരും ടെക്നീഷ്യൻസും എല്ലാവർക്കും ഒരേപോലെ ജനപ്രീതി നേടിക്കൊടുത്ത വർഷം 2024. 2024 ഇറങ്ങിയ ആടുജീവിതവും മഞ്ഞുമൽ ബോയ്സും അജയന്റെ 2ാം മോഷണവും ആവേശവും മാർക്കവും എന്നീ സിനിമകൾ കൊണ്ട് സമ്പൂർണ്ണമായ 2024. യെസ്, ദ പീക്ക് ഇയർ ഓഫ് ആക്ടിംഗ് മാസ്റ്റേഴ്സ്. മലയാളത്തിന് സ്വന്തം നായക നടന്മാരുടെ തിരിച്ചുവരവുകളും മികച്ച പെർഫോമൻസും കാഴ്ചവെച്ച വർഷമാണിത്. മാസ് പെർഫോമൻസും മാസ് പരിവേഷത്തിലും അതുപോലെ ഹ്യൂമറും ഇമോഷണൽ രംഗങ്ങളും എല്ലാം പോർട്രേറ്റ് ചെയ്ത് കാണികളുടെ നെഞ്ചിൽ കയറി കൂടിയ 2024 നമുക്ക് സമ്മാനിച്ച മികച്ച പെർഫോമൻസുകൾ ഒത്തിരി. പാൻ ഇന്ത്യൻ ലെവലിൽ മലയാളത്തിന് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ രൂപപ്പെട്ടു. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും എല്ലാം അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. I think as the best writing today if I am envious of anyone, I would say it is the Malayalam writers and actors. No, I'm not talking about Telugu and Tamil films. Okay. I'm talking about Malayalam. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരം. 2021 അയാൾ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഉയരേണ്ടിയിരുന്ന ഒരു ബോംബ് സിനിമ എടുക്കുന്നു. ആ സിനിമയുടെ പേര് കിങ് ഓഫ് കൊത്ത. കിങ് ഓഫ് കൊത്ത കണ്ട് മലയാളികളെല്ലാവരും ഒരേപോലെ ട്രോളി. ആ നായകൻ പിന്നീട് മലയാളത്തിൽ വലിയ സിനിമകളുടെ അനൗൺസ്മെന്റ് ഒന്നും നടത്തിയില്ല. പരിക്കും ഒരു വലിയ കാരണമായിരുന്നു. അഭിനയത്തിനെ കുറിച്ചും ഡയലോഗ് ഡെലിവറിയെ കുറിച്ചും അയാൾക്ക് ഒത്തിരി ട്രോൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷെ അയാളുടെ തിരിച്ചുവരവ് അയാൾ ഗംഭീരമാക്കി. അതും തെലുങ്കിൽ പോയി ലക്കി ഭാസ്കറിൽ അഭിനയിച്ചുകൊണ്ട്. അയാൾ തന്നിലെ പെർഫോമർ എവിടെയും പോയിട്ട് തെളിയിച്ചു. ഇമോഷണൽ രംഗങ്ങളായാലും ഡയലോഗ് ഡെലിവറി ആയാലും ആറ്റിറ്റ്യൂഡ് ആയാലും എല്ലാം ഒന്നിനൊന്ന് മികച്ച രീതിയിൽ അയാൾ അവതരിപ്പിച്ചു. ജ്വല്ലറിയിൽ ഗോൾഡ് വാങ്ങാൻ പോകുന്ന സീനൊക്കെ തിയേറ്ററിൽ ആരവം നിറഞ്ഞ സീനുകളായിരുന്നു. തുടക്കത്തിലെ ഇമോഷണൽ സീനുകളും മികച്ചതായിരുന്നു. മലയാളികളുടെ എന്നത്തെയും സ്വകാര്യ അഹങ്കാരം, ദ സ്റ്റൈലിഷ് ആക്ടർ, ദ വൺ ആൻഡ് ഓൺലി വൺ, ദുൽഖർ സൽമാൻ. ഇനിയുള്ളത് ഇന്നുള്ള മലയാളം ആക്ടറിൽ മിനിമം ഗ്യാരണ്ടി കൊടുക്കാൻ കെൽപ്പുള്ള മുതലാണ്. ചിരിയാണ് ആളുടെ മെയിൻ സാധനം. തൊട്ടതെല്ലാം പൊന്നാക്കിയ മുത്ത്. അഭിനയിച്ച സിനിമകൾ ഏറെക്കുറെ എല്ലാം ഹിറ്റ്. മലയാള സിനിമയുടെ വിജയ ശതമാനം 10-ൽ താഴെയാണെങ്കിൽ ഇയാളുടെ വിജയ ശതമാനം 90%. അതായത്
അഭിനയിച്ച 7-ൽ 6 സിനിമയും ഹിറ്റ്. വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ, നുണക്കുഴി, വാഴ, അജയന്റെ രണ്ടാം മോഷണം, സൂക്ഷ്മദർശിനി എന്നീ സിനിമകളിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറയാൻ പറ്റുമോ? സൂക്ഷ്മദർശിനിയിലും ഗുരുവായൂർ അമ്പലനടയിലും ഒക്കെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. ഫാമിലി ഓഡിയൻസുകൾ അയാളുടെ പടമെന്ന് പറയുമ്പോൾ തന്നെ പോയി കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നത് അത് അയാൾ സെറ്റ് ചെയ്തെടുത്താണ്. നമ്മളെ എത്രയൊക്കെ അയാളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അയാളിലെ ഡയറക്ടറിനെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. അത് സത്യമാണ്. കാരണം അയാളിലെ നടൻ മികച്ചാണെങ്കിൽ അയാളിലെ ഡയറക്ടർ ഒരു ബ്രാൻഡാണ്. കുഞ്ഞിരാമായണം, ഗോദ, മിന്നൽ മുരളി എന്നിവയിലേക്ക് എന്ന് അടുത്തത് വരുമെന്നൊരു കാത്തിരിപ്പാണ്. ദ ബ്രാൻഡ് ഡയറക്ടർ, ദ മിനിമം ഗ്യാരണ്ടി ആക്ടർ, ബേസിൽ ജോസഫ്. അവസാനിക്കപ്പെട്ടു എന്ന് പലപ്പോഴും പറയപ്പെട്ട മറ്റൊരാളായിരുന്നു അടുത്തത്. മികച്ച അഭിനയം കാഴ്ചവെച്ച് പലവട്ടം അയാൾ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും അയാളുടെ കൺസിസ്റ്റൻസി ചോദ്യം ചെയ്യപ്പെട്ടു. ഒരു നല്ല സിനിമ അഭിനയിച്ചാൽ കുറേ നാളത്തേക്ക് നോക്കണ്ട എന്നൊരവസ്ഥ. പക്ഷേ അതിനും അവസാനമായിരുന്നു 2024. തുടരെ ഇറങ്ങിയ സിനിമകളിൽ ഓരോന്നും എക്സ്ട്രീം പെർഫോമൻസുകളും ബോക്സ് ഓഫീസിലും മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചു. തലവനിൽ അയാൾ തുടക്കം കുറിച്ചു. ബോക്സ് ഓഫീസിലും തലവൻ മികച്ചെന്നു, ഒപ്പം അയാളുടെ പെർഫോമൻസും. പിന്നീട് വന്ന ലെവൽ ക്രോസും അഡിയോസ് അമീഗോസും എല്ലാം ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിച്ചില്ലെങ്കിലും OTT റിലീസിന് ശേഷം അത്രത്തോളം ജനസമ്മതി ഏറ്റുവാങ്ങി. അതിൽ ലെവൽ ക്രോസിനൊക്കെ അയാളുടെ കരിയർ ബെസ്റ്റ് കഥാപാത്രങ്ങളൊന്നായിരുന്നു. പക്ഷെ അവിടെ ഒന്നും അവസാനിച്ചില്ല. ഒരു ലോ ഹൈപ്പിൽ വന്ന ഒരു ഓണം സിനിമ പോരാതെ ഒരു കൊമേഴ്ഷ്യൽ ടച്ച് പോലും ഇല്ലാത്ത ഒരു കുഞ്ഞു സിനിമ. സിനിമാ പ്രേമികൾ തിയേറ്ററിലേക്ക് ഇരിച്ചു കയറി. ഏതാണ്ട് 80 കോടിക്കധികം കളക്ഷനും കിട്ടി. യെസ്, കിഷ്കിന്ദ കാണ്ഡം. ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ OTTക്ക് ഇറങ്ങിയ ശേഷം ഇന്ത്യ ഒട്ടാകെ പ്രശംസിക്കപ്പെട്ട കഥാപാത്രമാണ് അജയ് ചന്ദ്രശേഖരൻ. അതെ, ഇത് അയാളുടെ കൂടെ വർഷമാണ്. ഒന്നുമില്ലാത്തിടത്തൊന്നും ഒരു ഗോഡ് ഫാദർ പോലും ഇല്ലാതെ സിനിമയിൽ ഇത്രയും നാൾ സസ്റ്റെയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് പിടിച്ചു നിന്ന് തൻ്റെ കഴിവുകൊണ്ട് വീണ്ടും തെളിഞ്ഞു വരുന്ന സ്വർണം പോലെ. യെസ്, സുപ്രീം ആക്ടർ, അവർ ഓൺ ആസിഫ് അലി. അടുത്തതായി ഒരു സ്റ്റാറായി വരാൻ കുറച്ചധികം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു നടനുണ്ടായിരുന്നു. മികച്ച ഒരു പറ്റം സിനിമകൾ അയാൾ അഭിനയിച്ചു. ഒരു പറ്റം പരീക്ഷണ സിനിമകളും അയാൾ അഭിനയിച്ചു. ഇന്ത്യയിൽ തന്നെ ഒരു സൂപ്പർ ഹീറോ ഉണ്ടെങ്കിൽ അയാൾക്ക് ആ പരിവേഷം നൽകി കൊടുത്തു കഴിഞ്ഞു. എന്നിരുന്നാലും നീലവെളിച്ചവും നടികറുമെല്ലാം വൻ ഫ്ലോപ്പായിരുന്നു. പരാജയത്തിന്റെ പടുകുഴി സിനിമകൾ. പക്ഷെ അതെല്ലാം കാത്തിരുന്നത് ഓണം വരെ. ഓണം റിലീസായി വന്ന അജയന്റെ രണ്ടാം മോഷണം ഇറങ്ങുന്നത് വരെ. അത്യാവശ്യം ഹൈപ്പിൽ റിലീസ് ചെയ്ത സിനിമയായിരുന്നു അജയന്റെ രണ്ടാം മോഷണം. ആ സിനിമ കയറി അങ്ങ് കൊളത്തി. തിയേറ്ററിൽ തീ പടർത്തി. അതിലെ നായകന്മാരായി അയാൾ മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. 3 കഥാപാത്രങ്ങളെയും അയാൾ മികച്ച രീതിയിൽ തന്നെ കാഴ്ചവെച്ചു. ഫൈറ്റ് സീക്വൻസ് ഒക്കെ അയാളുടെ ബെസ്റ്റ് തന്നെ കൊടുത്ത് അയാളുടെ കഴിവ് കാണിച്ചു തന്നു. 2024 മറ്റൊരു സ്റ്റാറിന്റെ വളർച്ചയും നമ്മൾ കണ്ടു. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലൂടെ അജയനായും കേളുവായും മണിയനായും നമ്മളെ ഞെട്ടിച്ച ടൊവിനോ തോമസ്. തൻ്റെ സിനിമയ്ക്കായി അയാൾ ഏതറ്റം വരെയും പോകുമായിരുന്നു. സിനിമയ്ക്ക് ആവശ്യമായ അയാൾ എന്തും ചെയ്യും. അയാൾക്ക് അതിനുള്ള കെൽപ്പും ഉണ്ടായിരുന്നു. മനസ്സിൽ സിനിമയോടുള്ള അഭിനിവേശവും ആഗ്രഹവും ചെയ്യുന്ന തൊഴിലിനോടുള്ള സത്യസന്ധതയും അയാളെ വളർത്തിക്കൊണ്ടേയിരുന്നു. ഇന്ന് അയാൾ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. ടൊവിനോ തോമസ്. മലയാളത്തിൽ ഓൾറെഡി ട്രാക്ക് റെക്കോർഡുള്ള ഒരു നായക നടൻ. അയാളുടെ കരിയറിൽ അത്രത്തോളം വർഷം ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിനിമ ഈ വർഷം ഇറങ്ങുന്നുണ്ട്. ബെന്യാമിൻ്റെ ആടുജീവിതം. ബ്ലസ്സിയുടെ സംവിധാനം. 10 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്, 10 വർഷത്തെ പ്രീ പ്രൊഡക്ഷനും ഷൂട്ടിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെയായി ആ സിനിമ തിയേറ്ററിലെത്തി. അതിൻ്റെ ഫലവും ആ സിനിമയ്ക്ക് കിട്ടിയിട്ടോ. ആകെ മൊത്തം 150 കോടിക്കധികം ആ പടം കളക്ട് ചെയ്തു. അതിൽ നായകനായ അയാൾ പീക്ക് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. കാണുമ്പോൾ തന്നെ അവർ ഉദ്ദേശിക്കുന്നതിൻ്റെ പീക്ക്നെസ് നമുക്ക് മനസ്സിലാവും. നജീബ് എന്ന ക്യാരക്ടർ അയാൾ അത്രത്തോളം മികച്ചതാക്കി. അതിൽ അവസാന സീനായി ഒട്ടകങ്ങളോട് യാത്ര പോകുന്ന സീനും പൂർണ്ണനഗ്നനായി പൈപ്പിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന സീനുമൊക്കെ
നമ്മളിൽ ഒരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കി. ആ ഒരു ഒറ്റ സിനിമയ്ക്ക് വേണ്ടി അയാൾ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു സീനിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇടയ്ക്ക് തടി കൂട്ടിയും പിന്നീട് അതിലേറെ കുറച്ചും വർഷങ്ങളോളം നീണ്ടുന്നൊരു ഷെഡ്യൂൾ. അയാളെ തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത് ആടുജീവിതം. ഇതിനു പുറമെ അയാളുടെ കംഫർട്ട് സോൺ ഭേദിച്ചുകൊണ്ട് അതും കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു ഗുരുവായൂരമ്പലനട എന്ന സിനിമയും അയാൾ ഹിറ്റാക്കി മാറ്റി. തുടക്കത്തിൽ അയാളുടെ ഭാഷയ്ക്കും അയാളുടെ പരിവേഷത്തിനുമെല്ലാം ഒരുപാട് ട്രോൾ ഏറ്റുവാങ്ങിയെങ്കിലും ഇന്ന് അയാളെ കണക്കാക്കുന്നത് മോളിവുഡിൻ്റെ ഭാവി എന്നാണ്. അതെ, പൃഥ്വിരാജ് സുകുമാരൻ. അടുത്തതായി കുറച്ച് നാളായി ഹിറ്റുകൾ മാത്രം നൽകിയൊരു നടനെക്കുറിച്ചാണ്. 2021 എവിടെ നിർത്തിയോ അവിടെ നിന്നും അയാൾ വീണ്ടും തുടങ്ങി. 2 സിനിമകളിൽ അഭിനയിച്ചു, രണ്ടും സൂപ്പർ ഹിറ്റ്. അതിലെ കൊമേഴ്ഷ്യൽ സിനിമയായ ടർബോയിൽ ഭേദപ്പെട്ട കോമഡി കൈകാര്യം ചെയ്യുകയും മികച്ച രീതിയിൽ ഫൈറ്റ് സീക്വൻസ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അയാളുടെ പീക്ക് നമ്മൾ കണ്ടത് ഭ്രമയുഗത്തിലായിരുന്നു. ഒരു തരത്തിലും ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആയിരുന്നില്ല അത്, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. പക്ഷെ ക്രിട്ടിക് വാല്യൂയിൽ മാത്രമല്ല ബോക്സ് ഓഫീസിലും സിനിമ വൻ കളക്ഷനുമായി മുന്നേറി. പെർഫോമൻസ് എന്ന് പറഞ്ഞതിന് ഒതുക്കാൻ പറ്റില്ല. മോളിവുഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ്. കൊടുമൺ പോറ്റി, അതെ, കൊടുമൺ പോറ്റിയായി മമ്മൂക്ക അഴിഞ്ഞാടി. ക്ലൈമാക്സ് ഒക്കെ ആക്ടിംഗ് ലെവലിലെ പീക്ക് എന്ന് വിശേഷിപ്പിക്കാം. മുറുക്കി ചുവന്ന ചുണ്ടും ഒറ്റമുണ്ട് മാത്രവും കൊടുത്ത് ചാരകസേരയിൽ നീണ്ടു നിവർന്നിരിക്കുന്ന പോറ്റിയെ കാണിക്കുന്ന ഇൻട്രോ സീനും പോകാൻ അനുവാദമില്ല എന്ന് പറയുന്ന സീനൊക്കെ നമ്മളെ എത്ര തവണ അത്ഭുതത്തോടെ കണ്ടു നിന്നിട്ടുണ്ട്. അയാളെ ഈ കണക്കിൽ കൂട്ടാൻ പറ്റില്ല. എല്ലാ വർഷവും അയാൾക്ക് ഒരേപോലെ തന്നെ ഹിറ്റുകൾ മാത്രം. ദ മോസ്റ്റ് കൺസിസ്റ്റന്റ് സ്റ്റാർ, അവർ മെഗാ സ്റ്റാർ മമ്മൂട്ടി. അടുത്തത് ഒരു ചെറിയ നായകനെന്ന് പറയപ്പെട്ട ഒരുവന്റെ തിരിച്ചുവരവാണ്. കഴിഞ്ഞ 5-10 വർഷങ്ങളായി 1-2 സോളോ ഹിറ്റുള്ള അയാളെ ആർക്കും ഒരു ഗ്യാരണ്ടിയുള്ള നടനായി കണക്കാക്കാൻ പറ്റിയിരുന്നില്ല. കഴിഞ്ഞ വർഷം മറ്റു 2 വലിയ ചിത്രങ്ങൾക്കൊപ്പം ഇറങ്ങിയ ജയഗണേഷ് എന്ന സിനിമ പരാജയമായിരുന്നെങ്കിലും അതിലെ പെർഫോമൻസ് ഒക്കെ OTTക്ക് ശേഷം വൻ ജനസമ്മതി കിട്ടിയതായിരുന്നു. പക്ഷെ അയാളുടെ മോസ്റ്റ് ഹൈപ്പ് മൂവി വരാൻ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ബുക്ക് മൈ ഷോയിലൊക്കെ 1 ലക്ഷത്തിന് മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആ സിനിമ കാണാനായിട്ട്. പലർക്കും പടത്തിൽ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് സിനിമ തിയേറ്ററുകളിൽ പൂരപ്പറമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ജനപിന്തുണ അധികമില്ലാതിരുന്ന അയാളുടെ ഇൻട്രോ സീൻ മുതൽ ജനങ്ങൾ ഞെട്ടിവിറയ്ക്കാൻ തുടങ്ങി. ഇത്രയും നാൾ കണ്ട അയാളല്ല അവിടെ നിൽക്കും. സ്ക്രീനിൽ അയാൾ നിറയുമ്പോഴെല്ലാം അത്രത്തോളം സ്ക്രീൻ പ്രസൻസും സ്വാഗും എന്നൊക്കെ പറഞ്ഞ മലയാള സിനിമയിൽ ഇന്നത്തോളം കണ്ടതിലൊക്കെ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. KGFനെ ഓർമ്മിപ്പിച്ച ഇൻട്രോ സീനും ഒക്കെ മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് നൽകിയത്. ഇൻട്രോയിലെ ഫൈറ്റ് സീനും സ്റ്റെയർ കേസ് സീനും ക്ലൈമാക്സിലെ ഫൈറ്റ് സീനും 1 vs 100 സീനും ഓരോന്നും ഒന്നിനൊന്നും മെച്ചവുമായും രോമാഞ്ചവും ഉണ്ടാക്കിക്കൊണ്ട് അയാളുടെ സ്ക്രീൻ പ്രസൻസും തിയേറ്ററിലൊക്കെ കയ്യടി ഉണ്ടാക്കി കൊടുത്തു. ക്ലൈമാക്സിലെ ഡ്രസ്സപ്പ് സീനൊക്കെ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ഓറയുണ്ട്. മലയാള സിനിമ കാലങ്ങളായി കാത്തിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത്. മലയാള സിനിമയിലെ പുതുപുത്തൻ ആക്ഷൻ സ്റ്റാർ, വൺ ആൻഡ് ഓൺലി ഉണ്ണി മുകുന്ദൻ. അടുത്തത് ഈ വർഷത്തെ എന്നല്ല, മലയാള സിനിമാ ചരിത്രത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഏകദേശം 1 വർഷം മുന്നേ തന്നെ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഒരു ലോ ഹൈപ്പ് സിനിമ തിയേറ്ററിൽ വലിയ ഓളം തന്നെ സൃഷ്ടിച്ചു. അതിന് പിന്നാലെയാണ് അതേ ഒരു ക്യാരക്ടറിന്റെ മാനറിസം പോലെ അയാളൊരു സിനിമ അനൗൺസ് ചെയ്യുന്നത്. അതും നായകനായി അന്നത്തെ ഏറ്റവും ക്രിട്ടിക് വാല്യൂ ഉള്ള ഒരു നടൻ. അത്യാവശ്യം പ്രതീക്ഷകൾ തന്നെ ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ റിലീസിന് ശേഷം എല്ലാവരും പ്രതീക്ഷിച്ചതിനും അപ്പുറം ഒരുപാട് അപ്പുറം പോയിരുന്നു ആ സിനിമ. ഒരുപാട് പ്രമോഷനൊന്നും ഇല്ലാതെ വന്ന സിനിമ ദിവസം കഴിയുന്തോറും തിയേറ്ററിൽ ആളുകളെ കുത്തി നിറച്ചു. ആ നായകന്റെ 1 man ഷോ ആയിരുന്നു ആ സിനിമ. ഫൈറ്റിന് ഫൈറ്റ്, ആറ്റിറ്റ്യൂഡിന് ആറ്റിറ്റ്യൂഡ്. പക്ഷെ എടുത്തു പറയേണ്ടത് ഹ്യൂമർ തന്നെയാണ്. സിനിമ തുടങ്ങിയ അവസാനം വരെ തിയേറ്ററിൽ ചിരി നിർത്തിയിരുന്നില്ല. ഇമോഷൻ സീൻസും മികച്ച രീതിയിൽ പോർട്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നു.
ചുമരിൽ നോക്കി കരയുന്ന സീനും മോൻ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതായി പോകുന്ന ഒരു സീൻ പോലും നമുക്ക് തന്നൊരു ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. ഒരു സിമ്പിൾ ഇൻട്രോയിൽ തുടങ്ങി ടേബിളിൽ കൈയടിച്ചുകൊണ്ട് പവർ കാണിച്ചു വന്ന സീനും കോമഡിയും ആക്ഷനും ഇമോഷനും കൊണ്ട് നിറച്ച കഥാപാത്രം ബോക്സ് ഓഫീസിൽ തരംഗമായി. 130 കോടിക്കധികം നേടിയ സിനിമ OTTക്ക് ശേഷം പാൻ ഇന്ത്യൻ ലെവലിൽ വളർന്നായിരുന്നു. യൂട്യൂബിൽ ഒന്ന് പരിധി നോക്കിയാൽ കാണാം രംഗണ്ണൻ എഫക്റ്റ് ഇൻ പാൻ ഇന്ത്യ. അതെ, ആവേശം എന്ന സിനിമയിലൂടെ കുട്ടികളെ, യൂത്തിനെ, ഫാമിലിയെ എല്ലാവരെയും കയ്യിലെടുത്ത രംഗ. ദ മോസ്റ്റ് പ്രോമിസിംഗ് ആൻഡ് ഇവോൾവിംഗ് ആക്ടർ ഫഹദ് ഫാസിൽ. Hold on. It's still an empty chair. അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ? അലസമാം നിൻ കൂന്തൽ ചൂലുകൾ മോഹത്തിൻ മന്ത്രം ചൊല്ലുന്നുണ്ടോ? മഴയിൽ മാറിൽ ചേരും കനവ്